അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ഇവരുടെ 4-ാം ഭാവം കുംഭമായിട്ട് വരികയും കുംഭ രാശിയിൽ സൂര്യനും ബുധനും ശുക്രനും രാഹുവും ഒന്നിച്ച് ചതുർഗ്രഹയോഗം വരികയും ചെയ്യും. ഇവർക്ക് ഓഫീസ് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ അഥവാ അവരുടെ പോർട്ട്ഫോളിയോ ചില വ്യത്യാസങ്ങൾ വരിക, ഓഫീസ് തന്നെ മാറുക, അല്ലെങ്കിൽ പുതിയ ജോലിയിൽ ഏർപ്പെടുക, ഇതൊക്കെ സംഭവിച്ചേക്കാന്നിരിക്കാം. വീട് സംബന്ധമായിട്ടും ചില മാറ്റങ്ങൾ, ഒരു സ്ഥലത്ത് താമസിക്കുന്നത് പൂർണ്ണമായിട്ടും ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയോ, അല്ലെങ്കിൽ വീട് സംബന്ധിച്ചുള്ള ചില ക്രമീകരണങ്ങൾ വരുത്തുക, പുതിയ വീട് പണിയുക, അല്ലെങ്കിൽ ഈ ഉള്ള വീടിന് ചില ക്രമീകരണങ്ങൾ വരുത്തുക, ഇതൊക്കെ സംഭവിക്കാനുള്ള ഒരു കാലമാണ്. മനസ്സിലാണെങ്കിൽ വളരെ അസ്വസ്ഥമായിട്ടുള്ള ചിന്തകളോടുകൂടി ആണ് ഇവരിയ്ക്കുന്നത്. ഒരു യോജിപ്പോടുകൂടി ഒന്നിച്ച് ജോലി ചെയ്യുന്നവരുമായിട്ട് ഒരു യോജിപ്പോടുകൂടി ജോലി ചെയ്യാൻ ഒരു പ്രയാസമുണ്ട്. അതുമൂലമുള്ള ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് റിമോട്ട് വർക്ക് ചെയ്യുക, അതായത് ഓഫീസിലിരുന്നല്ലാതെ കുറച്ച് മാറിയിരുന്ന് ഓൺലൈൻ ആയിട്ട് ജോലി ചെയ്യുക, അതിനൊക്കെയും സാഹചര്യം കാണുന്നു. ഇവർക്ക് വീട് സംബന്ധിച്ചും വാഹനം സംബന്ധിച്ചും ഉള്ള ചില ചിലവുകൾ അവർക്ക് കൂടുന്നതായിരിക്കും. അത്യാവശ്യമായിട്ട് ചില റിപ്പയർ ചെയ്യേണ്ടി വരിക, വാഹനവും മറ്റുമൊക്കെ, അതുമൂലമുണ്ടാകുന്ന അനാവശ്യ പണച്ചെലവും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് കഫക്കെട്ട് ഉണ്ടാവുക, നെഞ്ചു സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളും അതുപോലെ വലിയ ഉത്കണ്ഠ നേരിടുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. അത് തീർക്കേണ്ടുന്നതിൻ്റെ ചുമതലയും നിങ്ങൾക്ക് തന്നെയായിരിക്കും. അവനവൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് ഈ പറയുന്ന സംഘർഷങ്ങളൊക്കെ, വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളൊക്കെ തീർക്കേണ്ടതായിട്ടുള്ള കാര്യവും നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ അമ്മയെ സന്തോഷിപ്പിക്കുക, അമ്മയ്ക്ക് വേണ്ടത് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് ദാനം ചെയ്ത് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്, അമ്മയെ സന്തോഷിപ്പിക്കുക പൊതുവായിട്ട്. അതുപോലെ തന്നെ വെളുത്ത വസ്ത്രം ദാനം ചെയ്യുക, വെളുത്ത പയർ അല്ലെങ്കിൽ വെളുത്ത ധാന്യം അത് ദാനം ചെയ്യുന്നതുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും.